ഗൈസ്, നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അച്ചൻകോവിൽ വഴി നമ്മൾ തെങ്കാശിക്ക് പോവുകയാണ് ഗൈസ്. അന്യ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. കുറേ നാളുകളായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വേണ്ട അച്ചൻകോവിൽ ഫോറസ്റ്റ് ഉണ്ടല്ലോ, കിടിലൻ ഫോറസ്റ്റാണ് കേട്ടോ. അതിനകത്തൂടെ ഉണ്ട് 10-35 കിലോമീറ്റർ നമ്മൾ കാടിനകത്തൂടെയാണ്, അതായത് ഭീകരകാട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കിടിലൻ കാടിനകത്തുള്ളൊരു യാത്രാ എക്സ്പീരിയൻസ് ആണ്. പിന്നെ അവിടെ നമ്മൾ തെങ്കാശി എന്നിട്ട് തെങ്കാശിയിലെ കുറച്ച് സ്ഥലങ്ങളുമൊക്കെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള കണക്കുകൂടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചായ കുടിച്ചിട്ട് പയ്യപ്പോ നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു വൈബ് കണ്ടോ, കാടിൻ്റെ കിടിലൻ ഒരു വൈബല്ല. നോക്കിക്കേ, എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആ മഞ്ഞും കൂടി നിൽക്കുന്ന കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. നോക്കിയേ, മഞ്ഞ് നിൽക്കുന്നുണ്ടോ, കോട്ടമഞ്ഞ്. ഇവിടുന്ന് ലെഫ്റ്റ് എങ്ങാണ്ടാ പോകണം. ഞാനൊരു തവണ ഇതിലെ കൂടെ വന്നിട്ടുണ്ട്. അച്ചൻകോവിൽ ആണോ ഞാൻ പറഞ്ഞില്ല, ഞാൻ അച്ചൻകോവിൽ ലെഫ്റ്റ്. എവിടുന്ന് ലെഫ്റ്റ് അല്ലേ? ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. വലിയ വനത്തിനകത്തോട്ട് കയറുന്നത് കേട്ടോ. എന്നാ പരിപാടിയാ? ഇറങ്ങിയിട്ടുണ്ടോ? അല്ലെ, എപ്പോഴും അതിലെ കൂടെ വണ്ടി പോക്ക് വരവുള്ളതാണോ? സൂക്ഷിച്ചു പോകണം. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഇല്ല, അവർ കയറ്റി വിടുവോ? അച്ചൻകോവിൽ വരെ പോകും. ID കാർഡ് കൊടുക്കണോ? കാണിച്ചാൽ മതിയോ? ID കാർഡ് കാണിച്ചാൽ മതിയോ? ആ, അങ്ങനെ നമ്മൾ വേണ്ടേ അവിടെ നിന്ന് കയറി അവർ കയറ്റി വിട്ടു കേട്ടോ. നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതി മേടിച്ച് ഫോൺ നമ്പറെല്ലാം എഴുതി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ സൂക്ഷിച്ച് പോകണം. മഴ പെയ്തത് കൊണ്ട് ആനകൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ആനശല്യം കൂടുതലാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇതല്ല കാട്, ഇത് വെറും സാധാരണ കാട്. പിന്നെ അങ്ങോട്ട് ചെല്ലുന്തോറും ഭീകര കാടുകൾ ഇങ്ങനെ, കാടിൻ്റെ ആ ഒരു വന്യതയൊക്കെ നമുക്ക് കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കിന് മനസ്സിലാവും. ഞാൻ ഇതിൻ്റെ അവിടെ വരെ ഒരു കല്ലലി എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ആ ഒരു പാലമൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ മാളികപ്പുറം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു പാലമൊക്കെ ഉണ്ട്. അവിടം വരെയൊക്കെ ഞാൻ നേരത്തെ പോയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ടാണ് നമുക്ക് പോകേണ്ട മെയിനായിട്ടുള്ള റോഡുള്ളത്. റോഡെന്ന് പറഞ്ഞാൽ വലിയ റോഡൊന്നുമല്ല, കാട്ടിനകത്തോട്ടൊരു ചെറിയ വഴിയാണ്. അത് അധികം ആളുകളൊന്നും പോക്കുവരവില്ലാത്തൊരു റോഡാണ്. അത് അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ കിടിലൻ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതുപോലുള്ള ബൈക്ക് റൈഡേഴ്സൊക്കെ കൂടുതലും അതിലെ കൂടെ യാത്ര ചെയ്യാറുണ്ട്. ഈ ഇടത്തെ സൈഡിൽ കൂടെ കാണുന്നത് പമ്പയാറാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ സൈഡിൽ കൂടെ ആറൊഴുകുന്നുണ്ട് കേട്ടോ. സൈഡിൽ കൂടെ ആറൊഴുകുന്നുണ്ട്. അത് പമ്പയാറാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ കാടിൻ്റെയൊക്കെ ഒരു വൈബ് കണ്ടോ. രാവിലെയും കൂടി ആയതുകൊണ്ടേ പ്രത്യേക ഒരു മൂഡാണ് കേട്ടോ. എനിക്കൊന്ന് ബാത്റൂമിൽ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഈ രാവിലെ ഒന്നും നമുക്കിങ്ങനെ വശമില്ലാത്തതുകൊണ്ട് അത് വലിയ പാടാണ്. ഈ അമ്പലത്തിലെ പിരിവാണ് നമ്മളിത് മേടിച്ച കേട്ടോ. അവർ അതിലെ കൂടെ വരുന്ന വണ്ടിക്കാരെ എല്ലാം അവരവിടെ പിടിച്ച് നിർത്തിയിട്ട് സംഭാവന വാങ്ങിക്കുന്നുണ്ട്. ഇതും ഒരു അമ്പലമാണ് കേട്ടോ.
ഒരു അമ്പലമാണ് ഗൈസ്, കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ്. നല്ല തിരക്കാണല്ലോ ഇവിടെ. ബസ്സിനൊക്കെയാണല്ലോ ആൾക്കാർ വന്നേക്കുന്നത്. ഭയങ്കര തിരക്കാണല്ലോ. രണ്ടൊരു ബസ് കിടക്കുന്നത്, അവിടെ ഒരു ബസ് കിടപ്പുണ്ടായിരുന്നു. കുറച്ച് വെയിൽ വന്നിരുന്നെങ്കിൽ ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ, തയ്ക്കാൻ വരാം. ഇതാണ് ഞാൻ ആ പറഞ്ഞ പാലം കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. നമ്മൾ പാലം കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ ഈ നേരെ പോയാൽ മതി. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നിടത്താണ് പാലം. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഇതാണ് പാലം, കല്ലേലി പാലം. കല്ലേലി എന്ന് പറയുന്ന പാലം കേട്ടോ. ഇവിടാണ് നമ്മുടെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇതാ വഴി. ഒരു ഭീകരതയല്ലേ, ഒരു ഭീകരത. ആ മുമ്പ് ഒരു ഹിമാലയൻകാരൻ വന്നില്ലേ, പുള്ളി ഈ റോഡ് അടിക്കാൻ വേണ്ടി വന്നാന്ന് തോന്നുന്നു. കരിമ്പുലിയോ ആണോ? പണ്ടാരോ ഇനി അങ്ങോട്ട് പിടിക്കാതിരുന്നാ, നമ്മളെ പിടിക്കാതിരുന്നാ മതിയായിരുന്നു. അപ്പോൾ ഇതാണ് റോഡ് കേട്ടോ. ആ റോഡ് കാണുമ്പോൾ തന്നെ ഒരു ഭീകരത തോന്നും. അതാണ് മറ്റേ മാളികപ്പുറം. അതിനകത്ത് ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ KSRTC വരുന്ന, ആ കൊച്ചോടി വരുന്നതൊക്കെ ഈ പാലം, ഈ റോഡും ഒക്കെ. ആരുമില്ല. ഇടയ്ക്കെങ്ങാണ്ട് പാലമൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നൊരു സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. പോയേക്കാം, തലക്കെ പോക്കോ. ഈ വണ്ടി ആയതുകൊണ്ടല്ലോ വിട്ട് തിരിക്കാനെങ്കിൽ 1-2 തവണ തിരിക്കണമെന്ന്. തിരിക്കാൻ പറ്റത്തില്ല. ഇത് 1-2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താലേ ഇത് തിരിഞ്ഞു പോരത്തുള്ളൂ. ആ സമയം കൊണ്ട് കടുവയുള്ള ആനയാളെങ്കിൽ വരും. അതാണ് പ്രശ്നം. ആ ഫോട്ടോ തരും, പയ്യെ അങ്ങ് പോവാം. അപ്പം നമ്മൾ വേണ്ടേ രണ്ടും കൽപ്പിച്ച് കാടിനകത്തേക്ക് കയറുകയാണ് കേട്ടോ. മിനിഞ്ഞാന്ന് ഇവിടെ കണ്ട് കരിമ്പുലിനെ, ഈ പാലത്തിൻ്റെ അവിടെ കണ്ട് കരിമ്പുലിനെ കണ്ടെന്ന് പറഞ്ഞ് വാർത്തയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ട്. ഉള്ളതാണോ ആർക്കറിയാം. കരിമ്പുലിയും കടുവായും ആനയും എല്ലാം ഉള്ള കാടാണ് കേട്ടോ. നിങ്ങൾ ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അച്ചൻകോവിൽ കോന്നി എന്നുള്ള ഫോറസ്റ്റിൻ്റെ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് വീഡിയോസൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാകും കേട്ടോ. ഇതുണ്ടോ, ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ഇനിയും വല്ല ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചുകൊണ്ട് പോകാനൊക്കത്തില്ല. അതാണ് വലിയ പ്രശ്നം. പെട്ടെന്ന് തിരിക്കാനൊക്കത്തില്ല. മറ്റേ എക്സ്പ്രസ്സോ അതുപോലത്തെ ഹിമാലയനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒടിവ് കിട്ടും. ഇതിനാണ് തീരെ ഒടിവില്ലെന്ന്. റോഡ് മുഴുവൻ ഇങ്ങനത്തെ ശോകം റോഡാണ്. വലിയ പ്രശ്നമായിരിക്കും. ഈ കാട് കണ്ടോ, ഇതാണ് ഈ കാടിൻ്റെ അവസ്ഥ കേട്ടോ. ഇതിനകത്തൂടെ നമ്മൾ 2 മണിക്കൂർ എങ്ങാണ്ട് യാത്ര വേണമെന്നാണ് പറഞ്ഞത്. 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ദൂരം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോണേ. എന്താ ദൈവമേ, കാത്തോണേ. ഒറ്റയ്ക്ക് വലിയ പാടാണ്. ഒറ്റയ്ക്ക് ഭയങ്കര ടെൻഷനായി പോകും. ഒറ്റയ്ക്ക് പോക്കേ സോളായി കടിക്കുന്നവർക്ക് ഇച്ചിരി ടെൻഷൻ വരും. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവിടുന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സൂക്ഷിച്ച് പോകണമെന്നൊക്കെ. ഈ സൈഡിലോട്ടൊക്കെ നോക്കിയാൽ വല്ലതിനെയൊക്കെ കാണാൻ പറ്റും. ദൂരോട്ട് നോക്കണം. അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് കണ്ടിട്ട് കാര്യമില്ല കേട്ടോ. ദൂരോട്ട് നോക്കിയാലേ നമുക്ക് പെട്ടെന്ന് വണ്ടി തിരിച്ചുകൊണ്ട് മാറാനൊക്കെ ഒത്തുള്ളൂ. ഇവിടുന്ന് നല്ല വഴിയാണെ വിട്ടടിച്ച് പോകാമായിരുന്നു. പിന്നെ ഭയങ്കര സ്പീഡിൽ പോകാനും ഒക്കത്തില്ല. വല്ല കാട്ടുമൃഗമൊക്കെ ഓടി ക്രോസ് വന്നു കഴിഞ്ഞാൽ അതിനിട്ട് ഇടിച്ച് നമ്മൾ ആകെപ്പാടെ പിന്നെ വള്ളിയാവും. ഇതിനകത്താണ് കടുവായും പുലിയൊക്കെ ഉണ്ടെന്ന് ആകെ കേൾക്കുകയും ചെയ്തത്. ഭണ്ഡാരം കാടിൻ്റെ ഒന്നും ആയിട്ടില്ല കേട്ടോ. നമ്മളങ്ങോട്ട് കയറിയതേ ഉള്ളൂ. ഇവിടെ റബ്ബർ തോട്ടങ്ങളൊക്കെ കാണാം. ഇവിടെ റബ്ബർ തോട്ടങ്ങളൊക്കെ കാണാൻ കിട്ടും. നമ്മളങ്ങോട്ട് കയറിയതേ ഉള്ളൂ റോഡിലേക്ക്.
പേടിയാണോ? നമ്മളൊന്ന് കയറിയതേ ഉള്ളു, കാട്ടിലോട്ട് കയറിയിട്ടേ ഉള്ളു. ഒറ്റയ്ക്ക് വന്ന ടെൻഷനാവും. രസമുണ്ടല്ലേ? കൊള്ളാം, കിടിലൻ വൈബാ. നമ്മൾ ആ കാട്ടിലേക്ക് കയറിയ സമയത്ത് തന്നെ മൊത്തം ഇതാണ് കേട്ടോ, ആനപ്പിണ്ടങ്ങളും കാടിൻ്റെ ഒരു ഭീകരതയൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് കാട് കേട്ടോ. ഇതിൻ്റെ അകത്ത് വല്ല പുലിയോ കടുവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാടി വീഴാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ ബൈക്കിലൊക്കെ പോകുമ്പോൾ ചാടി വീഴുന്നത്? ആ ഒരു ടെൻഷനേ ഉള്ളൂ കേട്ടോ. അതെ, റോഡൊക്കെ മൊത്തം ആകപ്പാണ് അലമ്പാട് കിടക്കുക. ഇത് ഫുള്ള് റെക്കോർഡ് ചെയ്തില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ റെക്കോർഡ് ചെയ്തുള്ളൂ. കാരണം ഈ ഒരു വൈബ് തന്നെ ഫുള്ള്. ഇപ്പോൾ കാടിനകത്ത് കയറിയതേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം. പിന്നെ ഇച്ചിരി കൂടി കഴിയുമ്പോൾ കാടിൻ്റെ ആ ഒരു ഭീകരത കൂടും. ഇപ്പം നമുക്ക് വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഈ സ്ഥലമൊക്കെ. നല്ല റോഡായിരുന്നു, വിട്ടു പോകാമായിരുന്നു. താഴെ കൂടെ ആറുണ്ട്, ഒഴുകുന്നുണ്ട് കേട്ടോ. ഓരോ വളവും സൂക്ഷിച്ച് പോയില്ലെങ്കിൽ അപ്പുറത്ത് എന്നാ നിൽക്കുന്നത് പറയാനൊക്കത്തില്ല കേട്ടോ. ഈ വഴിയുടെ ഒരു അവസ്ഥ ഉണ്ടോ, ഇതുണ്ടോ? കാട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? അവരുടെ കുടിലും കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ? അവർക്ക് ചുറ്റും കമ്പി വേലിയുണ്ട് കേട്ടോ, ആനയൊന്നും വരാതിരിക്കാനായിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയപ്പോഴും കണ്ടില്ലേ കാട്ടിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാരെ. അവർക്കൊന്നും പേടിയില്ല കേട്ടോ. അവരൊക്കെ ഡെയിലി ഇവിടെ തന്നെ ജനിച്ചു വളർന്നത് കൊണ്ട് അവർക്കൊന്നും ഇതൊന്നും ഒരു വലിയ വിഷയമല്ല. ഇതിലെക്കൂടെ വണ്ടി വരെ ഒന്നുമില്ല കേട്ടോ. ഇടയ്ക്കും പുഴയ്ക്ക് വല്ല വണ്ടി വല്ലതും വന്നെന്ന് പറയാം. നമ്മളെപ്പോലെ ആരെങ്കിലുമൊക്കെ വെച്ച് കയറി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിലെ കൂടെ ഡെയിലി യാത്ര എന്നും ചെയ്യുന്ന വഴിയല്ല. കാരണം ഇവിടെ നിന്ന് താമസക്കാരും ഇല്ലല്ലോ. ഇങ്ങനെയുള്ള യാത്ര ഭയങ്കര ഒരു ത്രില്ലിംഗ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് എന്നാ സംഭവിക്കുന്നത് പറയാനൊക്കത്തില്ലാത്തൊരു അടിപൊളി യാത്ര. അത് ഭയങ്കര ത്രില്ലിംഗ് ആണ് കേട്ടോ. ഒറ്റയ്ക്ക് വന്നാൽ ശരിക്കും പേടിച്ചു പോകും. കാരണം ഈ ഒരു ഏരിയ മുഴുവനും കണ്ടില്ലേ, ഇതിനകത്ത് എവിടെയൊക്കെ എന്നതൊക്കെയാണ് ഉള്ളതെന്നൊന്നും പറയാനൊക്കത്തില്ല. ഇതുണ്ടോ മൊത്തം ആനപ്പുണ്ടോ, ആ റോഡിൽ കിടന്ന് മൊത്തം ആനപ്പുണ്ടോ കേട്ടോ. നമ്മളതിനെ വണ്ടാൽ കൂടെ വെച്ചാൽ ഇങ്ങോട്ട് കയറി പോകുന്നത്. ഇനി ആനപ്പിണ്ടം കാണുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വർത്താനം പറഞ്ഞു പോകുന്ന കാരണം അത് ശ്രദ്ധിച്ചില്ല. കാടിൻ്റെ ശബ്ദം കേട്ടോ. എന്നാ പറ്റി?
ആനയൊക്കെ വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് സംശയം. പിന്നെ പുലിയൊന്നും ഇതിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അടുത്ത് വരത്തില്ല കേട്ടോ. എനിക്കങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു ധൈര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. വണ്ടിക്ക് അത്യാവശ്യം സൗണ്ടുള്ളതുകൊണ്ട് വരത്തില്ലായിരിക്കും. അതുകൊണ്ട് പുറകിനൊക്കെ വല്ല ഓടി വല്ലതും വന്നാൽ ഊമ്പി നമ്മളെ പിടിച്ചാലേ അതാണ് പ്രശ്നം. അത് കൊള്ളാം, കിടിലം വൈവാ. ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ഇടിഞ്ഞു പോയ വള്ളിയാണ് കേട്ടോ. അത് കൊള്ളാം കേട്ടോ. ഏ ഇവിടെ കണ്ടായിരുന്നോ? ആ എനിക്കറിയത്തില്ല. ഇല്ല. ആ ഇവിടൊക്കെ കാണുമായിരിക്കും അല്ലേ? നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുറകുന്നെങ്ങാനും വന്ന് പിടിച്ചാൽ തന്നെ ചെയ്യും. ആണോ? എന്ന് വെച്ചാൽ അന്യായ ഫോറസ്റ്റാ അല്ലേ? ആ പുലിനെ കണ്ടോ? പുള്ളിപ്പുലിയോ? ഇവിടെ ആന നടക്കുന്ന പാട് അത് കണ്ടില്ലേ? അതെ, ഇത് കണ്ടോ ഇങ്ങനെ പൊട്ടുമല്ല, അത് ഇതിനകത്ത് കണ്ടോ? ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്നതാ നമ്മളെ നോക്കിയിരിക്കുന്നു പറയാനൊക്കത്തില്ലോ. കണ്ടോ കാടിൻ്റെ വന്യത കണ്ടോ? ഇത്ര നേരം വന്ന ഒരു ഫീൽ അല്ലല്ലോ ഇപ്പം. നോക്കി, ഭീകര കാട് കേട്ടോ. വഴി കുറച്ചും കൂടി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത്ര നേരം ഭയങ്കര ശോകമായിരുന്നേ. അപ്പം വഴി കുറച്ചും കൂടി ഒന്ന് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര കാട് കേട്ടോ, അന്യായ കാട്, ഒരു രക്ഷയില്ലാത്ത കാടാണ് കേട്ടോ. ഇതിലെ കൂടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഫീൽ ചെയ്യും, മനസ്സിലാവും ഞാൻ ഈ പറയുന്ന കാര്യം. കാട്ടുകോഴി നിൽക്കുന്നത്, കാട്ടുകോഴി. ആ അത് ഓടി രക്ഷപ്പെട്ടു. പൂവൻകോഴിയൊക്കെ പോയിരിക്കും. നമ്മുടെ അടുത്ത് പൂവൻകോഴിയുടെയൊക്കെ ലുക്കാണ്. ഇതിനകത്ത് എവിടെ ഒരു വീടുണ്ട് കേട്ടോ. ഈ കാടിനകത്ത് എവിടെയോ ഒരു വീടുണ്ട്. ഞാൻ പണ്ട് നേരത്തെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതിനകത്ത് ഈ വഴി സൈഡിൽ എവിടെ ഒരു വീടുണ്ട്. ഇതിലെ കൂടെ ഇങ്ങനെ ടൂറിസ്റ്റുകൾ മാത്രമേ, ഇതുപോലുള്ള ബൈക്ക് റൈഡേഴ്സ് മാത്രമേ വരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഇത്ര സോക്കേടുള്ളത് അവർക്കേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഫോറസ്റ്റുകാരൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇതിലെ കൂടെ. അല്ലാതെ ആരും ഇതിലെ കൂടെ വരാൻ ചാൻസ് കുറവാണ് കേട്ടോ. ഇതെന്തിനു വരുന്ന വഴിയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല. അച്ചൻകോവിലിൽ നിന്ന് എങ്ങോട്ട് ചെന്ന് ചാടുന്ന തെങ്കാശിക്ക് പോകുന്ന വഴിയാണെന്ന് എനിക്ക് തോന്നുന്നത്. റോഡ് കണ്ടോ? അതുകൊണ്ട് ആ റോഡ്, ആ പാലമാണ് പൊളിഞ്ഞ് കിടക്കുന്നത് കേട്ടോ. ആ പാലമാണ് പൊളിഞ്ഞ് കിടക്കുന്നത്. ആ പാലമില്ലേ, ആ പാലം പോയതാ പോട്ടെ. ആ റോഡ് കണ്ടോ? അങ്ങനെയാണ് റോഡ് കേട്ടോ. ആ പാലം പോയി ഇടിഞ്ഞ് പോയി കിടക്കും. പിന്നെ നമ്മൾ ഇതിനകത്ത് കാടിനകത്ത് വേണം പോകാൻ. ഈ കാട് കണ്ടോ ഗൈസ്?
ഈ വീടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ആരണ്യകം. ആ വീട്ടിലാരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അവരൊക്കെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെന്നുണ്ട്. എന്നാ ചെയ്യും? എനിക്ക് തോന്നുന്നു കാട് കൊണ്ടൊക്കെ തന്നെ കഴിയുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് ചുറ്റും മറ്റേ ഫെൻസിങ് മറ്റേ ഇതുണ്ട് കേട്ടോ, കറണ്ട് കമ്പി, കറണ്ട് ലൈനുണ്ട്. ഇതാണ് കാട് കേട്ടോ, കാട്. കഴിഞ്ഞ ദിവസം നമ്മൾ വയനാട്ടിൽ പോയതിനകത്ത് നമുക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റിയില്ലല്ലോ. യാത്രാ വീഡിയോസൊക്കെ വേണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ യാത്രാ വീഡിയോ. അതൊരു അടിപൊളി വീഡിയോ ആയിക്കോട്ടെ. കാട് കണ്ടോ, കാട് കാട് ഈ പൊക്കത്തിലാണ് കാട്. ഒരു ബൈക്കൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലൊക്കെ ആ മരങ്ങളൊക്കെ വളർന്ന് നിൽപ്പുണ്ട് താഴോട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ വലിയ വണ്ടികളൊന്നും ഇതിലേ പോകുന്നില്ലെന്നുള്ള കാര്യം. കൂടെ പമ്പാ നദി ഒഴുകുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കണ്ട റിവറല്ലേ ആ പുഴ, ഈ സൈഡിൽ കൂടെ ഒഴുകുന്ന, ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിങ്ങനെ തെളിഞ്ഞ് നിൽപ്പുണ്ട് ആ സൈഡ് ആ മുഴുവൻ കാണല്ല. ഈ വളവ് വളയ്ക്കുമ്പോൾ ടെൻഷൻ എന്നാണെന്നറിയോ? വളവത്ത് എന്തെങ്കിലും നമുക്ക് നേരെ സ്ട്രൈറ്റ് റോഡ് ഒഴിക്കുമ്പോൾ നമുക്ക് കാണാം എന്തെങ്കിലും ദൂരം നിൽപ്പുണ്ടെങ്കിലേ. ഈ വളവ് വളഞ്ഞ് വരുമ്പോൾ അപ്പുറത്ത് തന്നെ നിൽക്കുമെന്ന് പറയാനൊക്കത്തില്ല. അതാണ് വേറൊരു ടെൻഷൻ. ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഇതാണ് കേട്ടോ, പമ്പാ നദിയാണേ. പമ്പാ നദിയാണോ എനിക്കറിയത്തില്ല കേട്ടോ. ആർക്കെങ്കിലും എൻ്റെ തെറ്റുണ്ടായി പമ്പാ നദി അല്ലെങ്കിൽ ആരും ഒന്നും തെറി പറയരുത്. എനിക്ക് തോന്നുന്നത് പമ്പാ നദിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഇഷ്ടംപോലെ ആനകൾ നടക്കാറുണ്ട് വെള്ളം കുടിക്കാനായിട്ടൊക്കെ. മഴയും കൂടിയും പെയ്തത് കൊണ്ട് കാണാൻ ചാൻസ് കൂടുതലാണ്. ആനശല്യം കൂടുതലാണെന്ന് അവിടുത്തെ ഒരു കടക്കാരൻ ഞങ്ങളോട് പറഞ്ഞത്. കാടിൻ്റെ സൗണ്ട് കേട്ടോ, ശരിക്കും പറഞ്ഞാൽ പേടി വരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടി വരുന്നുണ്ട്. ആനയെങ്ങാനും ഓടി വന്നാൽ ഇതുണ്ട്, ആന കയറിപ്പോകുന്ന വഴികളാണ്. കാരണം മയിൽ നിൽക്കുന്നത് കേട്ടോ. അത് നമ്മൾ ചെല്ലുമ്പോൾ അത് ഓടിപ്പോകാൻ ചാൻസ് ഉണ്ട്. മയിൽ ഓടിപ്പോവോ? നമ്മുടെ സൗണ്ട് കേട്ടിനി ആന വല്ല ഇതിലേക്ക് കൂടെ എങ്ങാനും വരുമോ എന്നുള്ളതാണ് എനിക്ക് പേടി. ഇങ്ങോട്ട് നടന്നു വരുമോ കേട്ടോ. അത് ഇതിൻ്റെ പച്ച നിറമൊക്കെ കണ്ടിട്ടായിരിക്കും. പയ്യെ മുന്നോട്ട് പോയാലോ? ആണ്ട അത് അകത്തോട്ട് കയറുക. ആണ്ട കയറിപ്പോണം. അമ്പടാ കിടിലം മയിലല്ലേ. ഇതുണ്ടോ കിടിലൻ മയിൽ, അടിപൊളി മയിൽ കേട്ടോ, അടിപൊളി മയിൽ. ആ അതിന് ഒരു പ്രശ്നമില്ല കേട്ടോ നമ്മളിവിടെ നിൽക്കുന്നതിന്. മുന്നോട്ട് പോവാം, മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ഈ കാടിൻ്റെ ഒരു ഭംഗിയുണ്ടോ? സത്യം പറയാൻ ഇവർ താമസിക്കുന്ന സ്ഥലത്തോട്ട് നമ്മളാണ് ഈ വണ്ടിയായിട്ട് വരുന്നത്. ആണ്ട് അടുത്ത മയിലാണോ അത്? ഒട്ടകോ? ഇത് മറ്റേ പീലിയില്ലാത്ത മയിലാണ് കേട്ടോ. ഇത് മറ്റേ പീലിയില്ലാത്ത പെൺമയില. ആണ്ട ഓടിപ്പോകണം. ആ പെൺമയില കണ്ടോ, ആണ്ട ഓടിപ്പോകണം. അപ്പോൾ ഇവിടെ ഒന്നും കടുവയൊന്നും ഇല്ല കേട്ടോ. കടുവയെ കൊണ്ട് ഇതിനെയൊക്കെ പിടിച്ച് തിന്നത്തില്ല.
അവൻ്റെ അടുത്തത് അവൻ്റെ അടുത്ത് ആൺമയിൽ. ഇന്ന് മുഴുവനും മയിലിൻ്റെ എട്ടുകളിയാണല്ലോ. നാനെ കാണാൻ പറ്റില്ലെങ്കിലും മയിലിനെ കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി മയിലാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള മയിൽ. പെൺമയിലിനെ സത്യം പറയാൻ കാണാൻ കൊള്ളത്തില്ലല്ലേ. ആൺമയിലിൻ്റെ ആ ശൈലി ഉണ്ട്. എന്നാ കളറാന്ന് നോക്കി, ഒരുമാതിരി നീല കളറ്. ഏയ്സ് അടുത്ത മയിൽ ഇതേണ്ട. ഇത് ഫുള്ള് മയിലിൻ്റെ കാടാന്ന് ഇരിക്കുന്നത്, മയിൽക്കാട്. ആണ്ട് ഓടിപ്പോകുന്നു മയിൽക്കാട്, അല്ല മയിൽ. അപ്പുറത്ത് വേറെ നിൽപ്പുണ്ടോ? ഇത് മൊത്തം മയിൽക്കാടാണ്, മയിൽക്കാട്. ഇത് മയിൽക്കാടാണ്. ഇത് ആനയെ കാണാൻ വന്നിട്ട് ആനയില്ല, ഒന്നുമില്ല, ഫുള്ള് മയിലാണ് കേട്ടോ. നമ്മുടെ ഈ മയിൽ വേറൊരു കളർ കേട്ടോ. മുമ്പേ കണ്ട മയിലൊക്കെ ഒരു പച്ച ടൈപ്പ് കളറായിരുന്നേ. ഇതിൻ്റെ കളർ കണ്ടോ, ഒരു പച്ച കളർ കണ്ടോ. ഇത് പെൺമയിലല്ലേ. കൊള്ളാം, അടിപൊളി. വാ. ഇവർ രണ്ടുപേരും ഇണയാന്ന് തോന്നുന്നു. ഇത് രണ്ടും ഇതാ കപ്പളാ. ഇത് ആന മെതിച്ചിട്ടേക്കുന്നുണ്ടോ ഇതെല്ലാം. ഇത് ഫുൾ ആന. ഇത് കണ്ടോ, ഈ സൈഡിലെല്ലാം ആന കയറിപ്പോകുന്ന വഴിയാണ്. ഇതെന്തൊക്കെ കാണും കേട്ടോ ആന. ആ ആനയെ കാണാൻ വന്നിട്ട് മൊത്തം മയിലാണ്. ഇതെല്ലാം ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ, ഫുള്ള് ആന. ഇതുണ്ടോ ഇവിടെ മെതിച്ചിട്ടേക്കുന്നുണ്ടോ. പോട്ടെ, നമുക്ക് ആനയെ കാണാൻ പറ്റുമോ നോക്കാം. അതുകൊണ്ട് അടുത്ത മയിൽ. ഇതെന്നാ പരിപാടിയാണ്. ഇത് മയിൽക്കാടാണ് കേട്ടോ. നമ്മളായിരിക്കും ഏറ്റവും കൂടുതൽ ഇതിലെ കൂടെ വന്നിട്ട് മയിലിനെ കണ്ടേ. ഇതുണ്ടോ ഫുള്ള് ആന. ഇതുണ്ടോ നോക്കി, ആന ചവിട്ടി മെതിച്ചിട്ടേക്കുന്നുണ്ടോ കണ്ടോ. ഫുള്ള് മയിൽ കേട്ടോ. തേണ്ട ഒരെണ്ണം ഓടിപ്പോകുന്നുണ്ടോ നോക്കി. തേണ്ട കണ്ടോ അതിൻ്റെ പീര്. ആണ്ടേ, ഇത് മുഴുവനും മയിൽ. ഒരു മയിലെ കണ്ടില്ലേ കയറി. ഞങ്ങൾ ആദ്യത്തെ മയിൽ പോയപ്പോഴത്തേക്കും അകത്തോ പോട്ടെ, ഇനി മയിലിനെ കാണാൻ പറ്റത്തില്ലായിരിക്കും ഓർത്ത് ആണ്ട് ഓടിപ്പോകുന്നു അടുത്ത മയിൽ. ഇതേ ആണ്ടാ നിൽക്കുന്നു മയിൽ. ഇത് മയിൽക്കാടാണ് കേസ്. ആരെ കാണാൻ വന്നിട്ട് ഞങ്ങൾക്ക് മൊത്തം മയിലിനെയാണ് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത്. അതാണ്ട് ഓടിപ്പോകുന്നത്. അതിന് പക്ഷേ പീലി കുറവാണ് കേട്ടോ. കണ്ടോ ഓടുന്ന കണ്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനെ കാണാനായിട്ട്. ഇതാണ്ടേ ഇവിടെല്ലാം നല്ല ഫ്രഷ് ആനപ്പിണ്ടം കിടപ്പുണ്ട്. നിങ്ങളെ ഫോണിൽ നിന്ന് മയിലിനെ കൊണ്ട് നിറയും. കണ്ടാ മയിലേ ഇനിയും കാണാം. മയിലിനെ എങ്ങനെയാണ് ഇനിയും കാണാം. ഇതുണ്ട് ആന മെതിച്ചിട്ടേക്കുന്ന കണ്ടോ. കൊള്ളാം കേട്ടോ പരിപാടി. ഒന്ന് രണ്ട് ആനയും കൂടിയും കാണാൻ പറ്റുമായിരുന്നെങ്കിൽ അടിപൊളി വൈബായിരുന്നു. ഇത് കൊള്ളാം കേട്ടോ ഈ സ്ഥലം. ഇവിടെ ആന കാണാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ട് ഫുള്ള് ഫോറസ്റ്റ്, കിഡിലെ ഫോറസ്റ്റ് കേട്ടോ. ഇതെനിക്കിത് ഫോറസ്റ്റിൻ്റെ എന്തോ ഒരു ഓഫീസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. കാടിന് നടുക്കാണ് കേട്ടോ. ഇത്രയും ഭാഗത്തെ കാട് വെട്ടിക്കളഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അതോ ഇതിങ്ങനെ ആണോ. മണ്ണാപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ, ആൻറ്റി ഫോറസ്റ്റ് സ്റ്റേഷൻ. ഞാൻ പാട്ടോ അതിന് ചുറ്റിനും വലിയ കുഴി കുഴിച്ചിട്ടേക്കും കേട്ടോ. ആനയും കടുവയൊന്നും കയറി വരാതിരിക്കും. കടുവ ചാടും ഉറപ്പാണ്, പുലിയും ചാടി കയറും. ആന കയറത്തില്ല. പക്ഷേ എന്നാ വൈബല്ലേ, നല്ല രസമുണ്ട് കേട്ടോ ഇതിലെ കൂടെ വണ്ടി ഓടിച്ചോണ്ടിങ്ങനെ പോകാൻ.
ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഞാൻ ഈ പോകുന്ന അതേ ഫീൽ കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് യാത്ര വരാൻ പറ്റിയില്ല എൻ്റെ വീഡിയോ കണ്ടാൽ പോരെ. കൊള്ളാം. ഇതിനെ കൂടെ രണ്ട് ആന ഇങ്ങനെ ക്രോസ് ചെയ്യുവാണെങ്കിൽ അന്യായ വ്യൂ ആയിരുന്നു. കാണാതിരിക്കില്ല, ഇത്രയും ദൂരമില്ലേ, ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും കാണും. ഇന്നലത്തെ മഴയത്ത് വഴിക്ക് എവിടെയെങ്കിലും വല്ല മരമൊക്കെ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും കേട്ടോ. തിരിച്ചു പോകേണ്ടി വരും നമ്മൾ. ആന ഇപ്പോഴെങ്ങാണ്ട് വന്നിട്ട് പോയത്, ഇപ്പോഴെങ്ങാണ്ട് വന്ന് കയറിയിട്ട് പോയതാണ്. നോക്കി ഇതുണ്ടോ, ഇതിലെ കൂടെ ആന ഒരിഞ്ഞ് കയറുമോ? ആടതി അതിനകത്ത് ആന ഉണ്ട്. ഇതാടെ ദേ പോകുന്ന ആന. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആന നിൽക്കുന്നുണ്ട്, ആടെ നിൽക്കുന്ന ആന കണ്ടോ? അവിടെ അനക്കം കണ്ടോ? ഇങ്ങോട്ട് കയറ്റി നിർത്തും വണ്ടി. ചാലക്കുടി വരുന്നുണ്ട്. താ നിൽക്കുന്ന ആന, നിൽക്കുന്നത് കണ്ടോ? അതേ ഒരു ചങ്കിടിപ്പൊക്കെ തോന്നുന്നുണ്ട് കേസ്. അവിടെ മൊത്തം ആനയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴെങ്ങാണ്ട് കയറി പോകാമെന്ന് പറഞ്ഞേ ഉള്ളൂ. ഇതുണ്ട്, ഇവിടെ നോക്കി, അവിടെ മൊത്തം ആനയുണ്ട് കേട്ടോ. അവിടെ മുഴുവൻ ആനയാണ്. കുറേ എണ്ണം ഉണ്ട് അതിനകത്ത്, മുഴുവൻ ആനയാണ്. താഴെ അങ്ങനെ ഓടി കയറി വരുവാന്നുള്ള ടെൻഷൻ. ഫുൾ ആന, അതിനകത്ത് ഫുൾ ആനയാണ്. ഒരു 5-8 ഉണ്ട്, പക്ഷെ കാണത്തില്ല, ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന കാരണം. കണ്ടോ ഇവിടെ അനങ്ങുന്ന കണ്ടോ? കണ്ടോ? താഴെ നോക്കണം, ഫ്രണ്ടും നോക്കണം, ബായ്ക്കും നോക്കണം. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടുകാരന് അത്രയും വലിപ്പമൊന്നുമല്ല, ഇത് ഭയങ്കര വലിപ്പം കേട്ടോ. നല്ല സൈസാ. നമ്മളവിടുത്തെ സാധാരണ ആന കാണുന്ന ആനയില്ലേ, അതിന് ഡബിൾ ഇരട്ടിയുണ്ട് ഈ കാട്ടിലെ ആനയൊക്കെ. അതാ ഞാൻ പറഞ്ഞേ, ഭീകര വലിപ്പം കേട്ടോ. അതെ, ഓണാക്കി വെച്ചോ, ചാടി കയറി പോണ്ട, നേരെ അങ്ങ് പോവാം. വില ഇപ്പോൾ അതിനകത്തുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആനയെ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഈ കാടിന് തൊട്ടപ്പുറത്ത് പോണ്ട്, ഇതിൻ്റെ അതേപ്പുറത്ത് പോണ്ട്. ഇവിടെ അനങ്ങുന്നത് കാണാം, ഞാൻ സൂം ചെയ്ത് കാണിക്കാം. താ നിൽക്കുന്നത് തിന്നു കേട്ടോ, അതെല്ലാം കൂടി പറിച്ച് കാട് കണ്ടോ ഗൈസ്? ഉണ്ടോ ഫ്രഷ് ആനപ്പിണ്ടോ? ഫ്രഷല്ല, ആനപ്പിണ്ടോ. ഇത് ടാർ ചെയ്ത ആൾക്കാർ സമ്മതിക്കണം കേട്ടോ. ഈ കാടിനകത്ത് ഇങ്ങനെ പിന്നെ ടാറിങ്ങിൻ്റെ ബഹളവും ഒച്ചപ്പാടും ഒക്കെ കേൾക്കുമ്പോൾ ആനയൊന്നും വരത്തില്ല. എന്നാലൊന്നുമില്ല, ടാറിങ്ങിൻ്റെ മെഷീൻ്റെ സൗണ്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കിന് ആനയൊന്നും വരത്തില്ല കഴിച്ച്. അതുകൊണ്ട് ടാർ ചെയ്യുന്നവർക്ക് പേടിക്കൊന്നും വേണ്ട. യാത്രാ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഈ ഒരു യാത്രാ വീഡിയോ സമർപ്പിക്കുകയാണ് കേട്ടോ. ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ യാത്രാ വീഡിയോസ് കാണാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഞാൻ ഈ ഒരു വീഡിയോ.
ഭയങ്കര ശ്വാസം പിടിച്ച് ഇരുന്ന് കാണേണ്ട ഒരു സംഭവമാണ് കേട്ടോ. കാരണം എന്ത് എപ്പോൾ എങ്ങനെ സംഭവിക്കുന്നു, എന്ത് എവിടെ ചാടി വീഴും, എന്ത് ചാടി വീഴും, എന്ത് വഴി കൂടെ ക്രോസ് വരും എന്നൊന്നും പറയാനൊക്കത്തില്ലാത്തൊരു യാത്രയാണത്. ഫുള്ള് കാട്, കിടിലം കാട്. ഇതുണ്ട് ഫ്രഷ് ആനപ്പിണ്ടോ, കുഞ്ഞാനയുടെ കേട്ടോ, കുഞ്ഞാന, അതായത് കുഞ്ഞ പിണ്ടം. എന്നതാ കാണുന്നേ. കണ്ടോ ഈ കാട് കണ്ടോ? അതെല്ലാം ആനകളുണ്ട്, ഇഷ്ടം പോലെ ആനയുണ്ട് കേട്ടോ. നമ്മൾ ഒന്നും ടെൻഷൻ അടിക്കണ്ട, കാണാൻ ചാൻസ് കൂടുതലാണ്. ടെൻഷൻ അടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ പറഞ്ഞത് കേട്ടോ, നിങ്ങളോടല്ല. ഒന്ന് രണ്ട് ആന ഒന്ന് ക്രോസ് പോയിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു കേസ്. നമ്മൾ കുറേ ഏറെ മയിലിനെ കണ്ട്. വഴിക്കെല്ലാം പിണ്ടമാണ്. ഞാനത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ആദ്യത്തെ ഒന്ന് രണ്ട് പിണ്ടം കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പോൾ അത് പിണ്ടം കണ്ട് 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 ഇപ്പോൾ അതൊരു സംഭവം അല്ലാതായിട്ടുണ്ട്. ഇത്രയും തെളിഞ്ഞ പ്രദേശത്ത് എവിടെയെങ്കിലും ആന നിൽക്കുമായിരുന്നു കാണാൻ പറ്റിയേനെ നന്നായിട്ട്. സൂക്ഷിച്ച് നോക്കി പോയാൽ മതി, കാണാൻ പറ്റും. പക്ഷേ നമുക്കിങ്ങനെ സൂക്ഷിച്ച് നോക്കാൻ പറ്റത്തില്ലല്ലോ. കാട്ടിനകത്തോട്ട് നോക്കുമ്പോൾ വണ്ടി വേറെ വഴിക്ക് പോകും. കാട് കണ്ടോ ഗൈസ്, നല്ല ഭംഗിയില്ലേ? ഭംഗിയുള്ളതുപോലെ തന്നെ ഭയങ്കര അപകടകാരിയുമാണ് കേട്ടോ ഈ കാട്. കാരണം ഒരുപാട് വന്യജീവികളുണ്ട്. അത് കടുവകളുണ്ട്, കറുത്ത പുലിയില്ലേ, കരിമ്പുലിയുണ്ട്. അതുപോലെ തന്നെ ആന ഇഷ്ടം പോലെ, ഇഷ്ടം പോലെ ആണ്ട്രാ. നല്ല ഫ്രഷ് പിണ്ടം കിടക്കുന്ന കാണിക്കാൻ ഗൈസ്. ഇവിടൊക്കെ വെച്ച് ആനയെ കണ്ടാൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇതുണ്ടോ ഫ്രഷ് ഉണ്ട്. ഇപ്പോഴങ്ങനെ ഇട്ടിട്ട് പോയാൽ നോക്കി കണ്ടോ, മണക്കുന്നു. വളവ് നോക്കി പോണേ. വഴിയുടെ അവസ്ഥയൊക്കെ മാറി കേട്ടോ. അവിടെ ഓഫ് റോഡിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇതിനകത്തൊക്കെ ആനയുണ്ട് കേട്ടോ. അത് ഇപ്പം വന്ന് പിണ്ട വിട്ടിട്ട് ഇപ്പം ഇതുണ്ട്, പിണ്ട വിട്ടിട്ട് കണ്ടോ, ഇതിലെ കൂടെ അങ്ങോട്ട് കയറി പോയതേ ഉള്ളൂ. നോക്കി കണ്ടോ, പാട് കിടക്കുന്നുണ്ടോ, ഉടലോട്ട് കയറിപ്പോയത്. ഈ കാട്ടിനകത്ത് നിന്നാലും അറിയത്തില്ല കേട്ടോ, അതാണ് വേറൊരു പ്രശ്നം. അതിലെ കൂടെ കയറി വന്നതാണ്. ഇപ്പോൾ ഒന്നല്ല, ഒരുപാടുണ്ടായിരുന്നു തോന്നുന്നത്. ഇതുണ്ട് ആന കുത്തി മറിച്ചിട്ടേക്കുന്ന സ്ഥലങ്ങൾ കണ്ടോ. ഈ ചൊറിയാൻ ഉപയോഗിക്കുന്നത് ഇതുണ്ട്, ഇങ്ങനെ ഭാഗത്ത് നല്ല ക്ലേസിങ് ഉണ്ടാവും മണ്ണിൻ്റെ ഭാഗത്ത്. ദേഹമൊക്കെ ചൊറിയുന്നതാണ് കേട്ടോ. ആന ദേഹം ചൊറിയുന്ന സ്ഥലങ്ങളതൊക്കെ കാണാൻ വലിയ പാടാണ്. ഇതിനിടയ്ക്ക് നിന്നാൽ കാണത്തില്ല. നമുക്ക് റോഡിലേക്കൊക്കെ ഇറങ്ങി വന്നെങ്കിൽ മാത്രം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇവന്മാർ നിൽക്കുന്ന എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല.
അങ്ങനെ നമ്മുടെ കാട് അവസാനിച്ചിരിക്കുകയാണ് കേസ്. നമുക്ക് ഒരൊറ്റ ആനയെ പോലും കാണാൻ പറ്റിയില്ല കേട്ടോ. എന്നാ ചെയ്യാനാ, ആനയെ കണ്ടു, പക്ഷെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയില്ല. ആ ഓട്ട സാരമില്ല, അടുത്ത എന്തെങ്കിലും കാട്ടി പോകുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ നിന്ന് എങ്ങോട്ടാ? നോക്കിക്കേ, ഉണ്ണാപ്പാട. ഇതാണ് കേട്ടോ കാടിൻ്റെ ഒരു വശം. നോക്കിക്കേ, പക്ഷെ നമുക്കത് കിട്ടിയില്ല കേട്ടോ. ഒരൊറ്റ ആനയെ പോലും കിട്ടിയില്ല. ഇതുണ്ടോ, വന്യജീവികൾ റോഡ് മുറിച്ച് കടക്കുന്ന മേഖല. വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങരുത്. കാട്ടിൽ കാൽനട യാത്ര അപകടകരം. ഓക്കെ, വള്ളിയാ. എങ്ങോട്ടാ? അങ്ങോട്ടാണോ? ആരോടും ചോദിക്കണോ? തെങ്കാശിയല്ലേ? തെങ്കാശിക്കാണോ? അങ്ങോട്ട് തന്നെ. ഞാൻ കാട് തീർന്നെന്ന് പറഞ്ഞ് ക്യാമറയൊക്കെ എടുത്ത് ചാർജിങ്ങിന് ഇട്ടായിരുന്നു കേട്ടോ. അവിടുന്ന് കുറച്ചും ഇങ്ങോട്ട് മാറിയപ്പോൾ തന്നെ ഫുള്ള് കാടുമാണ്. നല്ല രസമുള്ള വഴിയും. അപ്പം പിന്നെ വീണ്ടും ഞാനത് എന്താ വരോ വരുന്നത്, ഞാൻ വീണ്ടും എടുത്ത് റെക്കോർഡ് ചെയ്യാൻ വെച്ചു കേട്ടോ. ആ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് നേരെ തെങ്കാശിയാണ് കേട്ടോ. തെങ്കാശി, അച്ചൻകോവിൽ തെങ്കാശി എന്നാണ് പറഞ്ഞത്. നമ്മൾ നേരെ ചെല്ലുന്ന സ്ഥലം അച്ചൻകോവിലായിരിക്കും. അവിടെ നേരെ തെങ്കാശി അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇത് 2 പാർട്ടായിട്ടായിരിക്കും മിക്കവാറും ഞാൻ ഇടാൻ പോകുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ലെങ്തായിരിക്കും വീഡിയോ. ഈ കാടിനകത്തൂടെ തന്നെ ഉള്ളത് ഒരു അരമണിക്കൂർ കാണും. കാടിനകത്ത് തന്നെ വീഡിയോ. പിന്നെ തെങ്കാശി വേറെ വീഡിയോ ആയിട്ട് ഞാനിടാം. അല്ലെങ്കിൽ ചിലപ്പം ഭയങ്കര ലെങ്തായിപ്പോകും, ആരും കാണത്തില്ല. ഈ റോഡ് കണ്ടോ, കിട്ടിയ റോഡല്ലേ. ആനയെ ക്രോസ് ചെയ്യുന്ന റോഡാണ് കേട്ടോ. അവിടെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്, ബോർഡ്. അപ്പോഴാണ് ഞാൻ പിന്നെ ക്യാമറ എടുത്ത് വെച്ചത്. എങ്ങാനും കിട്ടിയാലോ, ആനയെ കിട്ടിയാലോ ഗൈസ്. ഇതിന് ഇടത്ത സൈഡിൽ കൂടെ മറ്റേ ആറ് ഒഴുകുന്നുണ്ട്, ഇപ്പോഴും ഒഴുകുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ആറിന് സൈഡിൽ കൂടാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മൈക്ക് ഉണ്ടായിരുന്ന അടിപൊളി ക്വാളിറ്റിക്ക് കിട്ടിയാണ് ഞാനീ പറഞ്ഞതല്ലേ. എന്തായാലും സാരമില്ല, നമുക്ക് മൈക്കൊക്കെ പയ്യെ മേടിക്കാം. എന്തെങ്കിലും ഒരു മൈക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇതിന് പറ്റത്തില്ല. ഇതിന് മൈക്കൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണക്ടറൊക്കെ വീണ്ടും ഞാൻ മേടിക്കണം കേസ്. നല്ല കാടല്ലേ, നല്ല ഭംഗിയുള്ള കാട്. നോക്കിക്കേ, കണ്ടോ, കിടിലല്ലേ. അമ്പോ, ഈ ഒരു ഫീലൊക്കെ നമ്മൾ വീട്ടിലിരുന്നാൽ കിട്ടുമോ ഗൈസ്? പിന്നെ ഒറ്റയ്ക്ക് വന്നാൽ ഇച്ചിരി ടെൻഷൻ അടിക്കും കേട്ടോ. കാരണം ആരും ഇല്ലല്ലോ. നോക്കിയേ, ഈ കാട് നിങ്ങൾ നോക്കിയേ, ആരുമില്ല. ഈ വഴിയിലൊന്നും ആരുമില്ല. നമ്മുടെ മുമ്പേ ഞാൻ കാട് തീർന്നു എന്ന് പറഞ്ഞിടത്തു നിന്ന് വീണ്ടും 1.5 മണിക്കൂർ വീണ്ടും കാട്ടിനകത്തൂടെ തന്നെ യാത്ര. അപ്പം മൊത്തം ഒരു 2-3 മണിക്കൂറത്തെ യാത്ര ഉണ്ട് ഈ കാട്ടിനകത്തൂടെ തന്നെ കേട്ടോ. നമ്മൾ രാവിലെ കയറിയത് കാട്ടിനകത്ത്. എന്തായാലും കൊള്ളാം, അടിപൊളി രസമുണ്ട് കേട്ടോ. ഇതുണ്ടോ, ആ സൈഡിലോട്ട് നോക്കിക്കോ, കണ്ടോ വെള്ളം കിടക്കുന്നുണ്ടോ. ഇവിടെയൊക്കെ ഫോറസ്റ്റിൻ്റെ ഓഫീസൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ലാതെ വീട്ടുകാരൊന്നും അല്ല താമസിക്കുന്നത് അവിടെ. മാങ്ങ കിടക്കുന്ന വഴിക്ക്. ഇത് ഫോറസ്റ്റിൻ്റെ ഓഫീസാണ് കേട്ടോ. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ, ആനപ്പിണ്ടം കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആന ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നല്ല രസമുള്ള വഴിയാണ് കേട്ടോ, ബൈക്കൊക്കെ ഓടിക്കാൻ പറ്റിയ വഴി. കിടിലം ഫോറസ്റ്റ്. നല്ലൊരു ആംബിയൻസാണ് കേട്ടോ. ഒരാൾ വരുന്നത്, റൈഡർ. അതന്നെ ഓടിപ്പോയെ, പോകുന്നതാന്ന് തോന്നുന്നു.
നല്ല രസമുള്ള കാട് കേട്ടോ. ഇത്ര നേരം വഴി അഴുക്കായത് കൊണ്ടാണ് നമുക്ക് ടെൻഷൻ തോന്നി. ഇപ്പം വഴി കൊള്ളാത്തത് കൊണ്ട് നമുക്ക് അത്ര വലിയ ടെൻഷൻ ഫീൽ ചെയ്യുന്നില്ലേ. മറ്റേത് ഭയങ്കര അഴുക്ക് റോഡല്ലായിരുന്നോ. അപ്പോൾ എന്തെങ്കിലും ഒരു ആനയൊക്കെ വന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചിട്ട് പോകാനൊക്കത്തില്ല. ഇതിപ്പം 1-2 ഒടിവൊക്കെ എടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിക്കാൻ പറ്റും. ഇവിടെ എന്തോ ഒരു സംഗതി കണ്ടിട്ട് തിരിച്ച് ഞങ്ങൾ വന്നാൽ കേട്ടോ. കടത്തോ ഏതാണ്ട് സംഭവം, ചെങ്ങാടോ ഏതാണ്ട് സംഭവം ഉണ്ട്. എന്നാ ബോട്ടാണോ? അങ്ങോട്ട് ഇറങ്ങണോ? ഒന്നുമില്ല, ബോട്ട് വലിച്ചു പോകാൻ വേണ്ട. അതെ, അത് കാട്ടിലൊക്കെ ഉള്ളിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ കുളിക്കുന്നതൊക്കെ സ്ഥലമാണ് അതിൻ്റെ മുന്നോ. അവിടെ കാട്ടിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ടേ അവിടെ ഒരു ബോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കതിനകത്ത് ഉപയോഗിക്കാനൊക്കത്തില്ല. ആദിവാസി എന്ന് പറയാൻ എനിക്ക് എന്തോ ഒരു മടി പോലെ കേട്ടോ. ഒരു ആദിവാസിയില്ല, നമ്മളെല്ലാവരും ആദിവാസിയല്ലേ. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ പണ്ട് മുതലേ ഉള്ളവരല്ലേ. അവർ പിന്നെ കാട്ടിനകത്തുള്ളിൽ തന്നെ താമസിക്കുന്നു. അതുകൊണ്ട് അവരെ ആദിവാസി എന്നൊന്നും പറയാനൊക്കത്തില്ല. അവർ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ തന്നെ. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ആദിവാസി ഞാൻ കഴിഞ്ഞ ദിവസം വയനാട് പോയ വീഡിയോക്കകത്ത് ഞാൻ ആദിവാസി എന്ന് പറയാൻ എനിക്ക് എന്തോ ഒരു, കാരണം ഞാനും നിങ്ങളും എല്ലാം ഇവിടെയുള്ള ആളുകൾ തന്നെ. അതിനകത്ത് ആദിവാസിന്നോ പുതിയ വാസിന്നോ അതെന്ത് പ്രയോഗമാണ് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ആദിവാസി അമ്പോ, അയ്യോ എൻ്റെ മോനെ കിടിലൻ. ഇടത്തെ സൈഡിലൊരു വ്യൂ ഉണ്ടേ. ഓ, കാണാൻ പറ്റത്തില്ലേ. ഓ, കാടാ കേട്ടോ. ആ ഒരു അരുവി കാണണം, കിടിലൻ അരുവി. ഫുള്ള് കല്ലൊക്കെ നിറഞ്ഞിട്ട് ഇതുണ്ടോ. കൊള്ളാമല്ലേ? ആ, അടിപൊളി വൈവാ കേട്ടോ. സൂപ്പർ. പായലുണ്ട്. വാം, വേഗം. അപ്പം ഞാൻ എന്നാ പറഞ്ഞു വന്നേ, ആദിവാസി അല്ലേ. കൊള്ളാം കേട്ടോ, അടിപൊളി ഒരു വൈബാ കേട്ടോ. നോക്കിയാൽ എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. അടിപൊളി കാടിനകത്തെ ഒരു കിടില സ്പോട്ട്. പുള്ളിക്ക് വൈബ് കിട്ടി. ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാരുമൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോഴുള്ളൊരു ബെനഫിറ്റ് കേട്ടോ. നമ്മുടെ മൈൻഡാണ് എല്ലാവർക്കും. കൊള്ളാം എന്തായാലും കേട്ടോ, അടിപൊളി. ഓ, കാടിൻ്റെ ഒരു ഭീകരത ഉണ്ടോ. നമ്മൾ വന്നാലാണോ ചീപിടി ചലക്കുന്നത്? പ്രിയ സുഹൃത്തുക്കളെ, ഈ കാട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സുഹൃത്തുക്കളെ, സോറി, ഈ കാട് കണ്ടോ, നല്ല ഗംഭീര കാട് കേട്ടോ. നമ്മൾ വയനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന തരത്തിലുള്ളൊരു കാടുകൾ തന്നെയാണ് കേട്ടോ. സെയിം വൈവാ നോക്കി. പക്ഷേ ഈ റോഡൊന്നും ഒരു മനുഷ്യന്മാർ പോലും ഇല്ല എന്നുള്ളതൊരു സത്യാവസ്ഥയായിട്ടുള്ള കാര്യം, സത്യസന്ധമായിട്ടുള്ള കാര്യം കേട്ടോ. കേട്ടോ, ഇത്ര നേരമായിട്ട് ആരെങ്കിലും കണ്ടോ നിങ്ങൾ?
സംഗതി കണ്ടോ, സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടോ അവിടെ. ഞായറാഴ്ച ആയതുകൊണ്ടൊക്കെ ആയിരിക്കും, അല്ല എല്ലാ ദിവസവും ഇങ്ങനെ ആണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്തൊക്കെയോ അമ്പലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാം ഈ കാടിനിടയ്ക്ക്. ഈ ആദിവാസി ഈ കാട്ടിൽ താമസിക്കുന്ന ആളുകളുടെയൊക്കെ അമ്പലങ്ങളും ഒക്കെ ആയിരിക്കണം. വേറെ വൈബാട്ടോ അതൊക്കെ. ഉള്ള സംഭവം എന്തൊക്കെയോ ഒച്ചകളൊക്കെ കേൾക്കുന്നുണ്ട്, ഏതൊക്കെ മൃഗങ്ങളൊക്കെ കരയുന്ന ഒച്ചകൾ കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കാട്ടിനകത്തായതുകൊണ്ട് നമുക്കൊന്നും അറിയത്തില്ല എന്നതാ കരയുന്നതൊന്നും. ഈ മയിലൊക്കെ കരയുന്നതൊക്കെ ശബ്ദങ്ങൾ കേൾക്കാം ഇടയ്ക്കിടയ്ക്ക്. ഇനിയിപ്പോൾ ഇപ്പോൾ കേട്ടത് എന്തോ ആന കരയുന്നോ എന്തോ സംഭവം ഇപ്പോൾ കേട്ടു. നിങ്ങൾ കേട്ടായിരുന്നോ? ഈ വഴി കുഴപ്പമില്ല കേട്ടോ, നല്ല വഴിയാണ്. ഈ കാട് ഇതുവരെ തീർന്നില്ല കേട്ടോ. 2-3 മണിക്കൂറായി അതിനകത്ത് കയറിയിട്ട്. അവിടെ ഒരു പാമ്പ് പോകണം. ചേരയായിരുന്നു, ചേര. കാരണം ഒന്നാമത് തേക്കിൻ കൂപ്പാണ് കേട്ടോ, തേക്കിൻ കൂപ്പ്. അമ്പോ ഈ കാടിൻ്റെ ഒരു വൈബ് നിങ്ങൾ കണ്ടോ, എന്നാ രസമാണെന്നറിയോ ഇതിലെ കൂടെ വണ്ടി ഓടിക്കാൻ. വേറൊരു മൂഡാണ് കേട്ടോ. പക്ഷെ ആനയെ കാണാൻ പറ്റുമെന്ന് എനിക്കിതിനും തോന്നുന്നില്ല. ഇനിയിപ്പം അത്രയും വലിയ ഉൾക്കാടുകളൊക്കെ കഴിഞ്ഞ് ഇതിലെ കൂടെ സ്ഥിരമായിട്ട് വണ്ടിയൊക്കെ എപ്പോഴും ഓടുന്ന ഒരു റോഡാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, അന്യ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുണ്ടോ തേക്കിൻ തടി കൊണ്ടിട്ടേക്കുന്നുണ്ടോ. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ഈ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടിട്ടേക്കുന്ന തടികളാണ് കേട്ടോ. ഇതുണ്ടോ അമ്പോ, ഇത് വെടിയും പോയ സ്ഥലം കേട്ടോ. കൊള്ളാം ഈ സ്ഥലമല്ലേ. ഞങ്ങൾ കോട്ടയം. ആ ഞങ്ങൾ നേരെ തെങ്കാശിക്ക് പോവാം. തെങ്കാശി. ആധാർ കാർഡോ? ആധാർ കാർഡ് കാണിക്കാവോ? നമ്പർ മാത്രം മതി. പാൻ കാർഡ് ആയാലും മതി. ആണോ? ഇതിപ്പോ എന്നാത്തിന് നിങ്ങൾ ഇതുവഴി കടന്നു പോയിട്ടുണ്ടെന്നുള്ള ഒരു രേഖ മാത്രം. നിങ്ങൾ മാത്രമല്ല എല്ലാവരും സർക്കാർ ജീവനക്കാരൻ്റെ അതല്ല പാൻ കാർഡ്. സർക്കാർ ജീവനക്കാരൻ പാൻ കാർഡ് ആ ഇല്ലേ? പാൻ കാർഡ് എല്ലാവർക്കും ഉണ്ടല്ലോ. എല്ലാവർക്കും ഉണ്ട്. ആ പാൻ കാർഡ് പാൻ കാർഡ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അതെ. ഈ സ്ഥലം കണ്ടോ, അടിപൊളി സ്ഥലമല്ലേ. നോക്കി എന്നാ വൈബാന്ന് നോക്കി. സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള സ്ഥലം കണ്ടാ, അടിപൊളിയല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ കാഴ്ചകൾ കാട്ടിനകത്ത്. ഇപ്പോൾ തന്നെ കാട് ഒരു കിലോമീറ്ററിനുള്ളിൽ കാട് തീരുമെന്നാണ് പറഞ്ഞത്. അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവർ ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ അവിടുന്ന് കയറിയില്ലേ, അപ്പോൾ ഇപ്പുറത്തൂടെ വന്ന് ഇറങ്ങിയോ ഇല്ലെന്നൊക്കെ അത് അറിയാൻ വേണ്ടിയിട്ടായിരിക്കണം. നമ്മുടെ പാൻ കാർഡോ ആധാർ കാർഡോ എന്തെങ്കിലും കാണിച്ചാൽ മതി അവിടെ. ഇത് കൊള്ളാം. കാട്ടിനുള്ളിൽ താമസിക്കുന്ന ആളുകളുടെ അമ്പലങ്ങളൊക്കെയാണ് കേട്ടോ. നാളെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അച്ചൻകോവിലാണോ ഇത്? കൊള്ളാം, കുറേ വീടുകൾ അടുപ്പിച്ചിരിക്കുന്നതൊക്കെ. രസമുണ്ട് കേട്ടോ, തമിഴ്നാട്ടിലൊക്കെ ചെന്നൊരു വൈബ്. കവല എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആര്യങ്കാവ് കേട്ടോ. ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലം. ആര്യങ്കാവ്
അങ്ങനെ നമ്മൾ ആര്യങ്കാവിലാണ് വന്ന് ചാടുന്നത് കേട്ടോ. അച്ഛൻകോവിൽ. അച്ഛൻകോവിൽ കറുപ്പസ്വാമി ടെമ്പിൾ. ഒരു തമിഴ്നാട് വൈബ് കേട്ടോ. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം കേസ്. എന്താണ്ടേ സ്ഥലത്തിൻ്റെ പേരെന്നാ? സ്ഥലത്തിൻ്റെ അച്ചൻകോവിൽ. ഇതാണ് അച്ചൻകോവിൽ അല്ലേ? അവിടെ ഒരു അമ്പലമുണ്ട് അച്ചൻകോവിൽ. അതാ അച്ചൻകോവിൽ കേട്ടോ. എന്തായാലും കൊള്ളാം. ഇവിടെ ചെറിയൊരു ഹോട്ടലുണ്ട് കേട്ടോ. ഇവിടേക്ക് നമുക്ക് ഫുഡ് കഴിക്കാം. പൊറോട്ട ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. ഒത്തിരി നേരമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഈ കാടിനകത്തൂടെ. കുറേ ദൂരമായിട്ട് ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുക. ഒരു രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ 7:45 ആയപ്പോൾ കാടിനകത്ത് കയറിയത് കേട്ടോ. ഇപ്പോൾ 11 മണിയും കണ്ടായി. ഇതുവരെ നമ്മൾ ആ കാടിനുള്ളിൽ നിന്ന് പുറത്ത് കടന്നിട്ടില്ലെന്നുള്ളതാണേ. എന്തായാലും ഒരു 65 കിലോമീറ്റർ 70 കിലോമീറ്റർ മേളിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കി, തീക്കൊരു കാട് ഭീകര കാടാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടി വഴിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോഴും അതേ സെയിം കാടിനകത്തൂടെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഇത്ര നേരം വന്നൊരു കാടിൻ്റെ വൈബിൽ നിന്ന് വേറൊരു മൂഡിലേക്ക് വന്നിട്ടുണ്ട് കാട്. നോക്കിക്കേ, അച്ചൻകോവിൽ ഞാനോർത്ത് അച്ചൻകോവിൽ വന്നിറങ്ങുമ്പോഴത്തേന് പിന്നെ പോയിട്ട് അങ്ങോട്ട് ഇനി ടൗണും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഓർത്ത് കേട്ടോ. പക്ഷേ അച്ചൻകോവിൽ എന്ന് പറയുന്ന സ്ഥലം വലിയൊരു കാടിന് നടുക്കുള്ളൊരു സ്ഥലമാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. കാരണം ആ വലിയ കാടിനകത്തൂടെ വന്ന് ഞങ്ങൾ അച്ചൻകോവിൽ വന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഭീകര കാടിനകത്തൂടെ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുറത്തോട്ടല്ല, ഭീകര കാടിനകത്തൂടെ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളിനി എങ്ങോട്ടാണ് ചെല്ലുന്നതെന്നും ഒരു പിടുത്തമില്ല കേട്ടോ. അയ്യോ, കിടിലൻ കാട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കാടാണേ. നല്ല കറുത്തിരിക്കുന്ന ഇലയൊക്കെ നല്ല കറുത്ത ഇല. ഇത് കണ്ടില്ലേ? പച്ചപ്പൊന്നും അല്ല കാടിന്, കറുപ്പ് നിറം. ഞാൻ ക്യാമറയൊക്കെ എടുത്ത് വെച്ചെന്നേ കാട് കഴിഞ്ഞെന്ന് പറഞ്ഞ്. ക്യാമറ എടുത്ത് ചാർജിങ്ങിന് ഇട്ടായിരുന്നു. അപ്പോൾ തേണ്ടറാ കിടക്കുന്നത്. ഇത് ഒരു രക്ഷയിലെത്തി. ഓടിച്ചിട്ട് എത്തുന്നില്ല. ഹെയർ പിൻ ബെൻഡുകളാണ് കേട്ടോ. വലിയൊരു മല കയറിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ വലിയൊരു ഹെയർ പിൻ ബെൻഡ് 3-4 കയറി. വലിയ കുന്നിൻ്റെ മുകളിലോട്ട് കയറുക വണ്ടി. ഇതെവിടെ ഞാൻ ഇറങ്ങുന്നൊന്നും അറിയില്ല. എന്തായാലും ഞാനെന്നാ ഇനി അങ്ങ് ചെന്നിട്ട് കാണിക്കാം കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ ഫുള്ള് കാടാണ്. കാടിനകത്ത് പ്രത്യേകിച്ച് ആനയെ മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റുന്ന ഒരു കാടല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു ഫീലൊന്നുമില്ല. എന്നാലും ഭയങ്കര കറുത്ത് കിടക്കുന്ന ഈ കാട് കേട്ടോ. കറുത്ത കളർ കണ്ടോ? നോക്കി ഈ കാട് നോക്കി, കറുത്തിരുണ്ടിരിക്കുന്നേ. മഴയുള്ള സമയത്തും കൂടിയാണ് വരുന്നെങ്കിൽ വേറെ വൈബായിരിക്കും കേട്ടോ. തമിഴ്നാട് വണ്ടിയൊക്കെ ഇതേ കൂടെ വരുന്നത്. അങ്ങനെ ഇവിടുത്തെ ഫോറസ്റ്റ് കഴിഞ്ഞ് കേട്ടോ. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ കണ്ടേ. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് കേട്ടോ കണ്ടത്. നമ്മളിപ്പം ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ ആ വലിയ കാടിൻ്റെ അവിടുന്ന് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുവാണെന്ന് എനിക്ക് തോന്നുന്നത്. ചെങ്കോട്ടയ്ക്ക് ഇവിടുന്ന് 14 കിലോമീറ്റർ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ഈ കാട് കണ്ടോ, ഭയങ്കര ഭംഗിയില്ലേ? നല്ല കിടിലൻ കാട് കേട്ടോ. ഇതൊക്കെ എവിടെ പോകുന്ന വണ്ടി? കോട്ടയം വണ്ടിയാണല്ലോ ഇത്. ട്രിവാൻഡ്രം, പക്ഷെ കോട്ടയം രജിസ്ട്രേഷനാണ് വണ്ടി. നല്ല കിടില ഹെയർ പിന്നാണ് കേട്ടോ. അമ്പോ പയ്യൻ്റെ മോനെ നോക്കി. പൊളി കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ തെങ്കാശിയിലേക്ക് എത്താൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വേണ്ട അച്ചൻകോവിലിൽ നിന്ന് ഇറങ്ങി നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്കിയ കാട് കണ്ടോ? ആ കാട് മൊത്തം നമ്മൾ കയറി ഇറങ്ങിയതാണ് കേട്ടോ.
നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. ഓ തമിഴ്നാടായി കേട്ടോ. അമ്പടി അമ്പോ കിടില വരുന്നത് കേട്ടോ. തമിഴ്നാട്ടിലേക്ക് വന്നപ്പോൾ ചൂടും കൂടി. ഇത് തമിഴ്നാട് ചെക്ക് പോസ്റ്റാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ തമിഴ്നാടിലെ ചെക്ക് പോസ്റ്റും കയറി നമ്മൾ നേരെ തെങ്കാശിയിലേക്ക് കയറുകയാണ് കേസ്. ഇവിടെ വന്നപ്പോൾ ചൂടും കൂടി കേട്ടോ. ഇത്ര നേരം കാടിനകത്തൂടെ വന്ന കാരണം ഫോറസ്റ്റിനകത്തൂടെ വന്നതുകൊണ്ട് ചൂടില്ലായിരുന്നു. ഇപ്പം ചൂടായി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത തെങ്കാശിയിലെ കുറേ കാഴ്ചകളും പരിപാടികളും ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയിപ്പോയി. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു വീഡിയോയ്ക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ തെങ്കാശിയിലെ കാഴ്ചകളും പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.